നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത, നിരവധി പ്രതിസന്ധികളിൽ കൂടി കടന്നുപോകുന്ന അനേക ദേശങ്ങളെയും കുടുംബങ്ങളെയും നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിങ്ങനെ ആകുവാൻ കാരണം അത് മനുഷ്യരാണ്. അത് മനുഷ്യന്റെ ഭാവമാണ്. മനുഷ്യൻ പാപികളാണെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ബൈബിളില് ഇങ്ങനെ പറയുന്നു: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിനെ തുല്യം. മനുഷ്യനെ മൃഗത്തോട് തുല്യനാക്കി വെച്ചിരിക്കുകയാണ്. ദൈവത്തെ പോലെ മാനത്തോടെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തില് അവന്റെ സ്തോത്രം ജ്ഞാനവും അറിവും കഴിവുമെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുന്നു. അവൻ മൃഗതുല്യനായി മാറിയിരിക്കുകയാണ്. വേദപുസ്തകം അതിനെ ഉപമിച്ചിരിക്കുന്നത് മൃഗത്തിന് തുല്യമെന്നാണ്. അപ്പനമ്മമാരെ സ്നേഹിക്കാതെ, സഹോദരങ്ങളെ സ്നേഹിക്കാതെ, ബന്ധുമിത്രാദികളെ സ്നേഹിക്കാതെ, അയൽവക്കക്കാരെ സ്നേഹിക്കാതെ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ സ്നേഹമെന്തോന്നറിയാതെ, ഐക്യത എന്തോന്നറിയാതെ നമ്മളെ ഹല്ലേലൂയ ജീവിതത്തില് മനുഷ്യൻ കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടിരിക്കുകയാണ്. എന്നാല് മനുഷ്യൻ ബലഹീനനാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നാൽ ബലഹീനനായ മനുഷ്യനെ ബലപ്പെടുത്തുവാന് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ബലവാനായ ദൈവത്തെ ഞങ്ങൾ ദേശങ്ങളിൽ പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തില് ഞങ്ങൾക്കും ഒരു ഭൂതകാലമുണ്ടായിരുന്നു. ലോകത്തിൽ വെറിക്കൂത്തുകളും മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ കഴിച്ച് ജീവിതത്തില് ഞങ്ങള് ഹല്ലേലൂയ വല്ലാത്ത ഒരു അനുഭവത്തിൽ കൂടി കഴിഞ്ഞുകൂടിയവരാണ്. മദ്യപാനത്തിൽ നിന്നും ഞങ്ങൾക്ക് പലപ്പോഴും പിന്മാറണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞങ്ങൾക്കത് കഴിഞ്ഞില്ല, പ്രിയപ്പെട്ടവരെ. എന്നാല് ബലവാനായ ദൈവത്തെ അറിഞ്ഞപ്പോൾ, ബലവാനായ ദൈവത്തെ സ്നേഹിച്ചപ്പോൾ, ആ ദൈവ സാന്നിധ്യം ഞങ്ങളിൽ വന്നപ്പോഴാണ് ഞങ്ങളിലുള്ള ആ പൈശാചിക ബലഹീനത ഞങ്ങളെ വിട്ടുമാറിയത്. ഇന്നു പകല് നമ്മൾക്കൊരു ശരിയായ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ, നമുക്ക് ശരിയായ ഒരു മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ നാം സുവിശേഷത്തിൽ വിശ്വസിക്കണം. സുവിശേഷം ആരെയും നശിപ്പിക്കുന്നതല്ല. സുവിശേഷം മനുഷ്യന് സമാധാനവും സന്തോഷവും കൊടുക്കുന്നതാണ്. സുവിശേഷം ആരെയും തകർക്കുന്നതല്ല. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന് മനുഷ്യന്റെ ജീവിതത്തെ തിരിക്കാൻ കഴിയും. സുവിശേഷത്തിന് എന്റെയും നിങ്ങളുടെയും ചരിത്രങ്ങളെ തിരുത്തി എഴുതുവാൻ കഴിയുന്നതാണ്. അത് നാം മനസ്സിലാക്കണം. സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഇവിടെ ഒരു മതം സ്ഥാപിക്കാൻ വന്ന ആളല്ല. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ ആളല്ല. യേശു ക്രിസ്തു ഒരു രാഷ്ട്രീയ നേതാവല്ല. യേശു ക്രിസ്തു ഏതോ അമേരിക്കക്കാരുടെ ഡോളറിന് പിന്നിൽ ചലിക്കുന്നതല്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്. നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി മാറി. ഭൂമിയിലെങ്ങും കുടിയിരുപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യവർഗത്തെ ഒക്കെ ഉളവാക്കിയെന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുകയാണ്. അല്ലേ, അവന്റെ കാലങ്ങൾക്കും അവന്റെ അവസാനങ്ങൾക്കും ദൈവം തമ്പുരാൻ അതിരിട്ടു. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ മേൽ അധികാരമുള്ളൂ. ആ അധികാരമുള്ള ഹല്ലേലൂയ ആ ദൈവത്തെയാണ് ഞങ്ങൾ ഈ ദേശത്തോട് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പകല് നിങ്ങൾ കേട്ടാലും നിങ്ങൾ കേട്ടില്ലെങ്കിലും ഇങ്ങനത്തെ സന്ദേശങ്ങള് ഞങ്ങളെ ദൈവം ഏൽപ്പിച്ചതായതുകൊണ്ട് ഞങ്ങള് ഈ ദേശത്ത് വന്നത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സുവിശേഷം കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അത് പറയുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ചെവി ചായിച്ച് ഈ നല്ല ശബ്ദവർത്തമാനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുമെങ്കിൽ
നിങ്ങളുടെ ജീവിതം ധന്യമായി തീരുവാനിടയായി തീരും.